കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചന പഠനത്തിന് ദൈവം നമുക്ക് അവസരങ്ങളെ നൽകുന്നുവല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. റോമ ലേഖനത്തിന്റെ പഠനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതിനു മുമ്പ് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളെ പൗലോസ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചു. നീഡ് ഫോർ സാൽവേഷൻ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് എന്തുകൊണ്ട് ആവശ്യകത ഉണ്ടായിരിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് സകല മനുഷ്യരും പാപത്തിലാണ്. പാപത്തിൻ്റെതായിട്ടുള്ള ശിക്ഷയിൽ മനുഷ്യർ വീണിരിക്കുന്നു. ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നു. രണ്ടാമത്തെ ഭാഗം റോമാലേഖനം 3:21 മുതൽ 5:21 വരെ ദി വേ ഓഫ് സാൽവേഷൻ, അല്ലെങ്കിൽ ഗോഡ്സ് ഗ്രേസ് ഇൻ ജസ്റ്റിഫൈങ് സിന്നേഴ്സ്, പാപികളെ നീതീകരിക്കുന്നതിൽ ദൈവത്തിന്റെ കൃപാകടാക്ഷം അത് എത്രമാത്രം വലുതാണ്. ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം അവസരം നൽകുന്നു. മൂന്നാമത്തെ വിഭാഗം റോമാലേഖനം 6:1 മുതൽ 8:39 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പൂർത്തീകരിച്ചതാണ്. സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഗോഡ്സ് പവർ ഇൻ സാങ്ക്ടിഫൈങ് ബിലീവേഴ്സ്, അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിലൂടെ, അധിവാസത്തിലൂടെ വിശ്വാസിയെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നോട്ട് വരുത്തുവാനായിട്ട് ദൈവം ഉദ്യമിക്കുന്നു. അതിൽ പൂർത്തീകരണത്തിലേക്ക് അവൻ തേജസ്കരണം വരെ, വിശുദ്ധീകരണവും തേജസ്കരണം തിരഞ്ഞെടുത്ത ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അതവൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ കർത്താവിൽ ലഭ്യമാകുന്ന കോൺഫിഡൻസ് എന്താണ്. 3 പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. 3 പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ അവിടെ നാം കാണുകയുണ്ടായി. ആ ഉത്തരം എന്ന് പറയുന്നത് ഒരു നാളും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നാമത്തെ ചോദ്യം, ഹു ക്യാൻ ബി എഗൻസ്റ്റ് us? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ? അതിന്റെ ഉത്തരം അവിടെ ഉള്ളതാണ്. ആ ഉത്തരം എന്ന് പറയുന്നത് നോ വൺ. ആർക്കും തന്നെ പ്രതികൂലമായിട്ട് നിൽക്കുവാൻ സാധ്യമല്ല. രണ്ടാമത്തെ ചോദ്യം, ദൈവം നീതീകരിച്ചവനെ ശിക്ഷ വിധിക്കുന്നവൻ ആർ, അല്ലെങ്കിൽ കുറ്റം ചുമത്തുന്നവൻ ആർ? അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമോ? നോ വൺ, ആർക്കും സാധ്യമല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദി ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? അതിന്റെ ഉത്തരവും വളരെ വിശദമായിട്ട് അവിടെ നാം ചർച്ച ചെയ്തു. ഒരു നാളും ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ വേർപിരിക്കുവാൻ സാധ്യമല്ല. ആ ഡിസ്കഷൻ അവിടെ അവസാനിപ്പിച്ചിട്ട് നേരെ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് അഭിസംബോധന ചെയ്ത റോമിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. നമുക്കറിയാം, നാം പ്രാരംഭ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞു. റോമിലെ വിശ്വാസികൾ കൂടുതലും ജാതീയ വിശ്വാസികളാണ്. മാത്രമല്ല, അതിനകത്ത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന വിശ്വാസികളുമുണ്ട്. എന്നാൽ കാലാകാലങ്ങളായിട്ട് അവർ തമ്മിൽ ചില വാഗ്വാദങ്ങളും, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളും, ചില ആത്മപ്രശംസയും, ചില ഇകഴ്ത്തലുകളും, ചില വിഷയങ്ങളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും അവരുടെ മധ്യത്തിൽ ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ജാതീയ വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ഇസ്രായേലിയ വിശ്വാസികൾ, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവരെ അല്പം ഇകഴ്ത്തി കാണുകയും, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട തങ്ങളാണ് ശ്രേഷ്ഠർ എന്നും, മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എന്നുമൊക്കെ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്വഭാവം. എന്നാൽ യെരുശലേം സഭയിലും മറ്റ് പല സഭകളിലും തിരിച്ചാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ജാതീയ വിശ്വാസികളെ ഇകഴ്ത്തി കാണുന്ന, വില കുറച്ച് കാണുന്ന ഒരു സമൂഹം എങ്ങും ഉണ്ടായിരുന്നു. എന്നാൽ റോമില് ഭൂരിപക്ഷം ജാതീയ വിശ്വാസികളായതുകൊണ്ട്
ഈ ഒരു നാളും ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുവാൻ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുവാൻ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ ഈ രണ്ടു കൂട്ടരുടെയും മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് അവർ ഇന്ന് വിശ്വാസത്തിൽ നിൽക്കുന്നില്ല? അവർ എന്തുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വീണുപോയി? ദൈവം തിരഞ്ഞെടുത്തവരെങ്കിൽ അവരും ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ നിൽക്കേണ്ടതല്ലയോ? ദൈവത്തിന്റെ പുത്രത്വം ഉള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ കഴിഞ്ഞ നാളുകളിൽ സഹസ്രാബ്ദങ്ങളായിട്ട് ദൈവം പരിപാലിച്ച് വഴി നടത്തുന്ന ദൈവജനം എന്നുള്ള നിലയിൽ മശിഹയെ തങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചപ്പോൾ മശിഹയെ നിരാകരിച്ചത് നിമിത്തം അവർ വിശ്വാസം ഇല്ലാത്തവരായിട്ട്, നിർബല്യസായിട്ട്, മത്സരികളായിട്ട് പോയി. മാത്രമല്ല, ഒരു ജാതി എന്നുള്ള നിലയിൽ ഒരു സമൂഹമായിട്ട് ഭൂരിപക്ഷം വിഭാഗങ്ങളും ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ ക്രിസ്തുവിനെ മശിഹയായിട്ട് സ്വീകരിക്കുകയോ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുകയോ ചെയ്യുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വെറുതെ ആയി പോയോ എന്നുള്ളത് യഹൂദ വിശ്വാസികൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ്. അതേസമയം മറുവശത്ത് ജാതീയ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർ പരിഗണിക്കുന്നത് യഹൂദന്മാരുടെ കാര്യം തീർന്നു, ഇനി അവർക്ക് യാതൊരു മുന്നോട്ട് പ്രതീക്ഷയ്ക്കും വകയില്ല. അതുകൊണ്ട് അവരെ എങ്ങനെയും ഇകഴ്ത്തി കാണുവാനും അവരുടെ മേൽ ഒരു ആത്മപ്രശംസ സ്വയം തോന്നുവാനും ജാതീയ വിശ്വാസികൾക്കുണ്ടായി. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ആ 8-ാം അധ്യായം പറഞ്ഞു നിർത്തിയ സ്ഥാനത്ത് നിന്ന് തന്റെ ഡിസ്കഷൻ തുടങ്ങുന്നത്. അത് നേരെ വരുന്നത് 9, 10, 11, 3 അധ്യായങ്ങൾ മുഴുവനായിട്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ രക്ഷയും അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങളാണ് ഈ 3 അധ്യായങ്ങൾ. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ 3 അധ്യായങ്ങൾ പലപ്പോഴും ഈ പുസ്തകത്തിൽ ചേരാത്തതായിട്ട് പലരും ചിന്തിക്കാറുണ്ട്. വളരെ ഓടായിട്ട് ഇതിനെ പരിഗണിക്കാറുണ്ട്. മുൻവിധിയോടുകൂടെ ഈ 3 അധ്യായങ്ങളെ സമീപിക്കുന്നത് സ്വാഭാവികമാണ്, നമുക്കങ്ങനെ കാണുവാൻ സാധിക്കും. എന്നാൽ എന്താണ് ദൈവത്തിന്റെ പദ്ധതി? നാം കഴിഞ്ഞ അധ്യായത്തിൽ ചിന്തിച്ചതുപോലെ ദൈവം മുന്നറിഞ്ഞ തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞുവോ? അവർ ഇന്നും എന്തുകൊണ്ട് അന്ധതയിൽ ആയിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് ഇവിടെ നൽകുന്നു. ഈ 9, 10, 11 അധ്യായങ്ങളെ നാം വിഭജിച്ച് പഠിക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്നുള്ള പദപ്രയോഗം 12 പ്രാവശ്യവും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ 14 പ്രാവശ്യവുമുണ്ട്. നോക്കണേ, ഇസ്രായേൽ എന്ന് പറയുന്ന പദം എല്ലാം കൂടെ ചേർത്ത് അതിന്റെ വിവിധ രൂപാന്തരങ്ങൾ ഉൾപ്പെടെ 14 പ്രാവശ്യം 3 അധ്യായങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലും അല്ലെങ്കിൽ യഹൂദനും രക്ഷിക്കപ്പെട്ട ദൈവമക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിൽ ഇസ്രായേലിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് ഈ 3 അധ്യായങ്ങൾ വിശദീകരിക്കുന്നത്. 9-ാമത്തെ അധ്യായം ഇസ്രായേലിന്റെ പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതകാലം. They were selected, chosen by God. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അവർ ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ടവരുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? അവരെ ദൈവം തിരഞ്ഞെടുത്തത് ജാതികൾക്ക് പ്രകാശമായിരിക്കേണ്ടതിനാണ്. രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശവും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടു ചെല്ലുവാനായിട്ട് പ്രത്യേക നിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ. ഇതാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് 9-ാമത്തെ അധ്യായം വിശദീകരിക്കുന്നത്. 10-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇന്ന് ഇസ്രായേലിന് എന്ത് സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇൻ ദി പ്രസന്റ് കോണ്ടെക്സ്റ്റ്, ഇസ്രായേൽ ദേ റിജക്റ്റഡ് ദി മെസ്സയ്യ. അവരുടെ മധ്യത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു കർത്താവ് മശിഹ ദൈവപുത്രനായവൻ, അവൻ ഇസ്രായേലിന്റെ മധ്യത്തിൽ യഹൂദനായിട്ട്
യഹൂദ ഗോത്രത്തിൽ അവൻ പിറക്കുമെന്നും അവൻ മെശിഹയായിട്ട് വരുമെന്നും ആ ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്നും ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുമെന്നും ഒക്കെ അനേക പ്രവചന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറയുന്നത്. തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ ദാവീദിന്റെ സന്തതിയിൽ അവൻ പിറക്കപ്പെട്ടു. അവൻ യഹൂദന്മാരുടെ മധ്യത്തിൽ പിറന്നു. അവൻ അവരുടെ മധ്യത്തിൽ വളർന്നു. അവൻ അവരുടെ മധ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്തു. എന്നാൽ ഈ 33.5 വർഷക്കാലം അവിടെ മധ്യത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടും ദേ റിജക്റ്റഡ് ദി മെസ്സയ്യ. ഈ മശിഹായെ, യേശു കർത്താവിനെ അവർ എന്ത് ചെയ്തു? തിരസ്കരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ തിരസ്കരണം അവിശ്വാസം നിമിത്തം അല്ലെങ്കിൽ മശിഹയെ വിശ്വസിക്കുവാനും അവർ തങ്ങളുടെ രക്ഷകനായിട്ട് ഏറ്റുകൊള്ളുവാനും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം അതുപോലെ ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിച്ചില്ല. അവർ ഒരു ജാതി എന്നുള്ള നിലയിൽ മശിഹായെ തിരസ്കരിച്ചു. അതുകൊണ്ട് ഇന്ന് അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ 2000 വർഷത്തിലധികമായിട്ട് അവർ ചിതറപ്പെട്ടിരിക്കുന്നു. അവർ യേശു കർത്താവിനെ നിരാകരിച്ചത് നിമിത്തം അവർ കഷ്ടതയിലായിരിക്കുന്നു. അവരുടെ എല്ലാ ഉന്നത സ്ഥാനങ്ങളും അവർ അലങ്കരിച്ചിരുന്നു എങ്കിൽ തന്നെയും അവർ ഇന്ന് നിരാലംബരായിട്ട്, അവർ ആട്ടി അകറ്റപ്പെടുന്നവരായിട്ട്, ലോകത്തിന്റെ മധ്യത്തിൽ ചിതറപ്പെട്ടവരായിട്ട് തീർന്നിരിക്കുന്നു. ദേ റിജക്റ്റഡ് ദി മെസ്സയ്യ. അവർ ഇന്ന് അവിശ്വാസത്തിലാണ്. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ ഭാവി എന്താണ്? ഇസ്രായേലിന് ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? അവിടെ നാം വായിക്കുന്നുണ്ട്, അവരുടെ ഈ അവിശ്വാസവും അവരുടെ ഈ മത്സരവും ഒക്കെ മാറിയിട്ട് അവർ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വലിയ ഭാവിയാണ്, ഒരു വലിയ പ്രതീക്ഷയാണ് 11-ാമത്തെ അധ്യായം നമുക്ക് കാണിച്ചു തരുന്നത്. അവരെ വീണ്ടും ഈ മശിഹയിലേക്ക് മടങ്ങി വരുവാനും വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും മടങ്ങി വരുവാനും അവർ ഈ പറഞ്ഞതുപോലെ കുത്തിയവങ്കിലേക്ക് നോക്കി എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ എന്നുള്ള ആഹ്വാനത്തിന്റെ മുമ്പാകെ അവർ അപ്രകാരത്തിൽ മടങ്ങി വരികയും ചെയ്യും. ഇസ്രായേലിന്റെ ഭാവിയെ കുറിച്ചാണ് റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നിലയിൽ ഈ 3 അധ്യായങ്ങളെ നമുക്ക് പരിശോധിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ എന്താ ശ്രദ്ധിക്കാൻ പോകുന്നത് 9-ാമത്തെ അധ്യായമാണല്ലോ. ഈ 9-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതിലൂടെ ദൈവം തന്റെ പരമാധികാരം അവിടെ വിനിയോഗിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിനെ മാത്രമല്ല, ഏതൊരു വ്യക്തിയെയും ദൈവം തന്റെ സർവ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, തന്റെ പരമാധികാരത്തിൽ, ഗോഡ് സോവേണിറ്റി, ദൈവം ജനത്തെ രക്ഷയിലേക്ക് വഴി നടത്തുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ദൈവം ജനത്തെ വേർതിരിക്കുന്നു. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. അവരെ ദൈവം തന്റെ കൃപയാൽ, തന്റെ വാഗ്ദത്ത പ്രകാരം, തന്റെ കരുണപ്രകാരം ദൈവം അവരെ തിരഞ്ഞെടുത്തു. മാത്രമല്ല, അവർക്ക് പ്രത്യേക പദവികൾ ദൈവം നൽകി. ചിൽഡ്രൻ ഓഫ് പ്രിവിലേജ്, പദവികൾ ലഭിക്കപ്പെട്ടവരാണ്. അതിന്റെ 1 മുതൽ 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നൽകിയ പദവികളെ കുറിച്ച് നാം കാണും. മാത്രമല്ല, അതിന്റെ 6 മുതൽ 13 വരെയുള്ള വേദഭാഗത്തിൽ അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്തത്തെ കുറിച്ച് നാം കാണുന്നു. അവർ വാഗ്ദത്തത്തിന്റെ മക്കളാണ്. അവർക്ക് ദൈവം പ്രോമിസുകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ ദൈവം അവരുടെ മേൽ കരുണ കാണിച്ചിരിക്കുന്നു. അവരുടെ മേൽ മാത്രമല്ല, രക്ഷയ്ക്കായിട്ട് കടന്നു വരുന്ന സകല മനുഷ്യരുടെ മേലും ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് അത് ധാരാളമായിട്ട് പ്രഭവിക്കുന്നു. അവൻ വളരെ ദീർഘക്ഷമയോടുകൂടെ കരുണ കാണിക്കുന്ന ദൈവമാണ്. അതിന്റെ 19 മുതൽ 33 വരെ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരം അല്ലെങ്കിൽ ഗോഡ് സോവറിനിറ്റി, അതിന്റെ ചില ഡിസ്കഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ 9-ാം അധ്യായം ഇസ്രായേലിന്റെ ഭൂതകാലവും ദൈവം തന്റെ പരമാധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തു എന്നും ആ തിരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ 9-ാമത്തെ അധ്യായത്തിലെല്ലാം കാണുന്നത്. ഇനി ഈ 9-ാമത്തെ അധ്യായം മാത്രമായിട്ട് ചിലർ ചിന്തിക്കാറുണ്ട്. ഈ 9-ാമത്തെ അധ്യായം മാത്രം വായിച്ചിട്ട്
ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്നും അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യരെ പാവകളായിട്ട് അവരുടെ ഫ്രീ വില്ലൊന്നുമില്ലാതെ ദൈവം തിരഞ്ഞെടുത്തു, ദൈവം നയിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം അത് മാത്രമാണ് കാര്യം. അതിനകത്ത് മനുഷ്യർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, രക്ഷയുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന കൂട്ടർ ഉണ്ട്. എന്നാൽ 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി അവിടെ വിശദീകരിച്ച് പറയുന്നു. അപ്പൊ 9ാം അധ്യായം മാത്രം വായിച്ചിട്ട് തിയോളജി രൂപപ്പെടുത്തുകയാൽ അത് അബദ്ധജടിലമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 10ാമത്തെ അധ്യായം ഇതിന്റെ മറുഭാഗത്ത് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 11ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗോഡ്സ് പ്ലാൻ ഓഫ് റിഡംഷൻ എന്താണ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അപ്പൊ 3 അധ്യായങ്ങളും മുൻവിധികൾ കൂടാതെ തുറന്ന മനസ്സോടെ ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ ഈ 3 വിഷയത്തിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ അധ്യായത്തിലെ ഓരോ വാക്യങ്ങളെയും ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന്, ഇങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന് മുൻ തിരക്കഥ എഴുതിയിട്ട് ഈ വചനഭാഗത്തിൽ നിന്ന് വാക്യാംശങ്ങളെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നാം വഴിതെറ്റുവാൻ സാധ്യതയുണ്ട്. അത് പ്രാരംഭമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നാം ഇതിന്റെ കോണ്ടക്സ്റ്റിനെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സംശയം തോന്നി കാണും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? യഹൂദന്മാരുടെ അൺബിലീഫ് അല്ലെങ്കിൽ അവരുടെ അവിശ്വാസം അത് എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത്? യഹൂദന്മാർ അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനം മശിഹയെ തിരസ്കരിച്ച് ക്രിസ്തുവിനെ തിരസ്കരിച്ചത് കൊണ്ട് ദൈവം അവരോടുള്ള പദ്ധതി ഉപേക്ഷിച്ചു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ദൈവം തീരുമാനിച്ചു, നമുക്ക് വേറൊരു പദ്ധതി തുടങ്ങിക്കളയാം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായിട്ട് ദൈവം പരിപാലിച്ചു കൊണ്ടുവന്ന ഒരു ജനത്തെ ഒരു സുപ്രഭാതത്തിൽ കൈവിട്ട് കളഞ്ഞിട്ട് ദൈവത്തിന്റെ പദ്ധതിയെല്ലാം മാറ്റിയിട്ട് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയും അതിന്റെ രീതികളും അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സും ഒക്കെ ഒറ്റ സുപ്രഭാതം കൊണ്ട് എന്ത് ചെയ്തു? യേശു കർത്താവിനെ ക്രൂശിൽ തറച്ചതോടുകൂടെ സകല കാര്യങ്ങളും തിരിഞ്ഞു മറിഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് ദൈവം ഈ പദ്ധതിയെല്ലാം ചുരുട്ടിക്കെട്ടി വേറൊരു പദ്ധതിയിലേക്ക് പോവുക. അതായത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പൊക്കെ അസ്ഥാനത്തായി, അതൊക്കെ പരാജയപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണവും നിയമങ്ങളും യഹൂദന്മാരോടുള്ള ഇടപെടലുകളും ഒക്കെ ഒറ്റ സുപ്രഭാതം കൊണ്ട് അത് ദൈവത്തിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല, ഈ മനുഷ്യന്റെ അവിശ്വാസം കൊണ്ട് ഇതെല്ലാം പോയി കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു ബി പ്ലാനിലേക്ക് പോയി അല്ലെ എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പദ്ധതികളൊക്കെ ഓരോ മനുഷ്യന്റെ ചിന്തകൾ അനുസരിച്ചും വിശ്വസിക്കുന്നില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപദ്ധതിയിലൊക്കെ ഓരോ ദിവസവും ഓരോ കാലങ്ങളിലുമൊക്കെ വിവിധ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. ദൈവം ചഞ്ചലചിത്തനാണ്. ദൈവം അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് പറയുന്നത്, ഇന്നലത്തെ റിക്വയർമെന്റ് അല്ല ഇന്നത്തെ റിക്വയർമെന്റ്. ഇത് ജാതികളിലേക്ക് വന്നിരിക്കുകയാണ്. ജാതികളെ വിശ്വാസാൽ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അതുവരെ ദൈവം പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ തന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്ന ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു. ഒരിക്കലുമല്ല. പ്രിയമുള്ളവരെ, ഈ ചോദ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉടമ്പടിയെ നിഷേധിക്കുന്നതല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ എന്ന് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? അവൻ അനുതപിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതികളും രൂപരേഖയെ കുറിച്ച് അവന് വീണ്ടും വിചാരമുണ്ടായിട്ട് അവൻ ഒരു സുപ്രഭാതത്തിൽ മനുഷ്യന്റെ റിയാക്ഷൻ അനുസരിച്ച് വേറെ പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നവനല്ല. യഹോവയായ ദൈവം മാറാത്തവൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവം വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാണ്. ഇസ്രായേലിനും ഇന്ന് ദൈവത്തെ വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും. ദൈവവചനത്തെ വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും. ദൈവ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും. ദൈവം അവരോട് ചെയ്ത ഉടമ്പടിയെ മുറുകെ പിടിക്കാമോ? തീർച്ചയായിട്ടും. അതിൽ നിന്ന് ദൈവം മാറുന്നവനല്ല എന്നുള്ളത്
നാം മനസ്സിലാക്കിയിരിക്കുക. ഈസ് ദർ എനി ഹോപ്പ് ഫോർ ഇസ്രായേൽ? ഇസ്രായേലിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇനി മുന്നോട്ട് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? 10-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇസ്രായേലിന് പ്രതീക്ഷയുണ്ടോ? 12-13 വാക്യങ്ങൾ. യഹൂദൻ എന്നും യവൻ എന്നും വ്യത്യാസമില്ല. ഓക്കെ, 11 മുതൽ വായിക്കാന്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നനാകും. അപ്പോ യഹൂദന്മാർക്ക് രക്ഷയുണ്ടോ? ഇസ്രായേലിന് രക്ഷയുണ്ടോ? ഉണ്ട്. എന്താ? വിശ്വസിച്ചാൽ മാത്രം. വിശ്വാസത്താൽ അവർക്ക് വീണ്ടും ദൈവിക പദ്ധതിയിലേക്ക് വരുവാനായിട്ട് ഏത് കാലഘട്ടത്തിലും ദൈവം അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഡിഡ് ഗോഡ് റിജക്ട് ഹിസ് പീപ്പിൾ? ദൈവം തന്റെ ജനത്തെ തിരസ്കരിച്ചു, തള്ളിക്കളഞ്ഞുവോ? നാം ഇന്ന് പറയാറുണ്ട്, യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് ജെന്റൈൽസിനെ, ജാതികളെ ദൈവം തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ? 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്താ ഉത്തരം? മേ ഇറ്റ് നെവർ ബി. ഒരു നാളുമില്ല. ഓക്കെ, ഒരു നാളുമില്ല. ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഓക്കെ, അവരെ വിശ്വസിക്കുവാനായിട്ട്, വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഇടയ്ക്ക് സംഭവിച്ചത്? ഓക്കെ, അതിന്റെ 11-5 കൂടെ നിങ്ങൾ വായിച്ചോളൂ. അവിടെ വായിക്കുന്നത് ദൈവം തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു. 11-5 കൂടെ വായിക്കാം. ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയാലല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കരുണപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഈ കാലഘട്ടത്തിലും ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തിട്ടില്ല? തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. 2-ാം വാക്യം, 11-ന്റെ 2-ാം വാക്യം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ഇന്ന് മാത്രമല്ല, എന്നുമുണ്ട്. അല്ലെ? ഏലിയാവിന്റെ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഏലിയ പറയുന്ന, കർത്താവേ, ഞാൻ മാത്രം ശേഷിക്കും. അല്ലെ? ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളും മെച്ചമൊന്നും അല്ല, എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണം. ഞാൻ മാത്രം എന്ന് ഏലിയാവ് പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നത്, ബാലിന് മുട്ടുകുത്താത്ത മുഴങ്കാലുള്ളവരായിട്ട് 7000 പേരെ അല്ലെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ആഹാ, അപ്പൊ നോക്കണേ, ആഹാബിന്റെ കാലഘട്ടത്തിലെ ഈസേബിലിന്റെ ഇടപെടലുകൾ ബാൽ വിഗ്രഹത്തെ സേവിക്കുന്ന അത്രയും വളരെ രൂക്ഷമായിട്ടുള്ള ആത്മീക അധപ്പതനത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ ഉണ്മയായിട്ട് സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനം അന്നും ഉണ്ടായിരുന്നു. അന്ന് മാത്രമല്ല, എന്നും ഉണ്ടായിരുന്നു. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നുവോ? യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ യഹൂദന്മാർ അവനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ യേശു കർത്താവിനെ മശീഹിയായിട്ട് ഏറ്റുകൊള്ളുന്ന അനേക ആയിരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അനേക ആയിരങ്ങൾ പെന്തക്കോസ്താലിന്റെ പ്രസംഗത്തിലോ ആയിരങ്ങൾ കർത്താവിന്റെ പിന്നാലെ അണിനിരക്കുകയാണ്. അപ്പോ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഏത് കാലത്തും ഒരു ശേഷിപ്പ് കർത്താവിൽ വിശ്വസിക്കുന്നവരായിട്ട് ഉണ്ട്. അപ്പൊ ദൈവം തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ എന്താണ്? ജാതികളിലേക്ക് രക്ഷാമാർഗം ദൈവം മാറ്റി വഴിതിരിച്ച് വിട്ടത്. ജാതികൾക്ക് കൂടെ ദൈവം കൃപ നൽകിയിരിക്കുക. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരൊന്നുമല്ല, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ യാതൊന്നും ക്ലെയിം ചെയ്യാൻ സാധ്യതയില്ലാത്ത ന്യായപ്രമാണമില്ല, അല്ലെ? പിന്നെ പിതാക്കന്മാരില്ല, പിന്നെ കവനൻസ് ഇല്ല, വാഗ്ദത്തങ്ങളില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. എന്നാൽ അങ്ങനെ ഉള്ളവർ ഇന്ന് വിശ്വാസത്തിലേക്ക് വരിക. എന്തുകൊണ്ട് ഇന്ന്
ജാതികൾ ബഹുഭൂരിപക്ഷം പേർ വിശ്വാസത്തിലേക്ക് വരുന്നു. ഇത് കാണുമ്പോൾ ഇത് ജാതികൾ വിശ്വാസത്തിലേക്ക് വന്ന ദൈവിക പദ്ധതികളിൽ അബ്രഹാമിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നിലയിൽ എന്താ അവർ ക്രിസ്തുവിലൂടെയുള്ള സകല ആത്മീക നന്മകളും അനുഭവിക്കുമ്പോൾ, അവിടെ വായിക്കുന്നുണ്ട് 11:11. ഓക്കെ, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. ജാതികൾ രക്ഷയിലേക്ക് വരുമ്പോൾ ആർക്കാണ് എരിവ് വരുന്നത്? യഹൂദന്മാർക്ക് എരിവ് വരും. എന്താ? അവർ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവിശ്വാസം നിമിത്തം അവർ ഇടറിപ്പോയപ്പോൾ, അവർ മശിഹായെ തിരിച്ചറിയാതെ വണ്ണം ആ കല്ലിൽ, സിയോനിൽ ശോധന ചെയ്യപ്പെട്ട ആ കല്ലിൽ തട്ടി അവർ ഇടറി വീണപ്പോൾ, മശിഹ അവർക്കൊരു ഇടർച്ചക്കല്ലായിട്ട് മാറിയപ്പോൾ, ഇതാ കർത്താവിന്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ജാതികളിൽ നിന്നൊരു സമൂഹ രക്ഷയിലേക്ക് വരുമ്പോൾ, ഇത് കാണുന്ന യഹൂദൻ, ന്യായപ്രമാണം അറിയുന്ന യഹൂദൻ, വാഗ്ദത്തങ്ങളെ കുറിച്ച് അറിവുള്ള യഹൂദൻ, അവർക്ക് എരിവ് വരികയാണ്. അവർ മശിഹയെ തിരിച്ചറിയുവാനായിട്ട് അത് മുഖാന്തരമാകുകയാണ്. അപ്പൊ ആ നിലയിലാണ് യഹൂദനെ തള്ളിക്കളയാതെ വീണ്ടും അവർക്ക് എരിവ് വരികയും, ജാതികളുടെ രക്ഷയോടൊപ്പം തന്നെ യഹൂദന്റെ രക്ഷയും, ജാതികളുടെ രക്ഷ ആ പൂർണ്ണസംഖ്യ എത്തുന്ന മുറയ്ക്ക് യഹൂദന്മാർ ബഹുഭൂരിപക്ഷ പേർ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ജാതി എന്നുള്ള നിലയിൽ രക്ഷയിലേക്ക് വരുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയാണ് ഈ 3 അധ്യായങ്ങളിലെ ഭാഗം. ഞാൻ ആദ്യമേ തന്നെ ന്യായമായിട്ടുണ്ടാകുന്ന സംശയങ്ങളും അതിന് ഈ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഒറ്റ വാക്കിൽ നൽകുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. കാരണം ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ 3 അധ്യായങ്ങളിലെ വിഷയങ്ങൾ ഇതാണ് എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പറയുകയാണ്. ഇത് ദൈവവചനത്തിന്റെ പ്ലെയിൻ റീഡിങ്ങിൽ കിട്ടുന്ന, വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചത്. ഇതിനോട് വിയോജിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ള അനുവാദവും ഇതിന്റെ കൂടെ ഞാൻ പറയുകയാണ്. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. എന്നെന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപക്രിസ്തവനാകാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ട. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേലിനെ കുറിച്ചുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിലുള്ള അഭിവാഞ്ചയും വേദനയും ദുഃഖവും ആ അദമ്യമായിട്ടുള്ള ആഗ്രഹവും അവരെ കുറിച്ചുള്ള തൻ്റെ ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പും അവരെ ഏത് വിധേനയും രക്ഷിക്കപ്പെടണം എന്നുള്ളത് പൗലോസിന്റെ ഹൃദയവാഞ്ചയായിട്ട് അത് എത്രത്തോളം ആ ആഗ്രഹമുണ്ട് എന്ന് വിശദീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. പോൾസ് സോറോ ഫോർ നാഷണൽ ഇസ്രായേൽ ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ അഡ്വാൻറ്റേജസ്. അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ പദവികളെയും അതിന്റെ മുമ്പാകെ വെച്ചുകൊണ്ട് അവരോടുള്ള ബന്ധത്തിൽ ഈ പദവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഇന്ന് അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് അവർ ഏത് വിധേനയും രക്ഷയിലേക്ക് വരണം, രക്ഷയിലേക്ക് വന്നില്ലല്ലോ എന്നുള്ളത് പൗലോസിന്റെ ഹൃദയത്തിലൊരു വേദനയായിട്ട്, ദുഃഖമായിട്ട് താൻ ഇത് പറയുക. 1-ാമത്തെ വാക്യം തന്നെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ഇത് ഒരുപക്ഷെ കേൾക്കുന്ന യഹൂദന്മാരോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ യവനന്മാരോടുള്ള ബന്ധത്തിലോ ഇതിന്റെ ആത്മാർത്ഥതയെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും തുനിഞ്ഞെന്നിരിക്കാം. കാരണം അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ വാസ്തവത്തിൽ യഹൂദ മര്യാദ പ്രകാരം ജീവിച്ചവനും അതിന്റെ എരിവ് ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാനായിട്ടുള്ള സ്ഥിരോത്സാഹത്തോടുകൂടെ ആ എരിവിന്റെ അടിസ്ഥാനത്തിൽ തീഷ്ണതയിൽ
ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നവരെ, ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട തീഷ്ണതയുള്ള വ്യക്തി. യഹൂദൻ എന്ന് ആരെങ്കിലും കുറിച്ച് പറയുന്നെങ്കിൽ പൗലോസിനെ കുറിച്ച് അത് 100% അതിന്റെ അർത്ഥത്തിൽ തന്നെ പറയുവാൻ സാധിക്കും. കാരണം ന്യായപ്രമാണത്തെക്കുറിച്ച്, ന്യായപ്രമാണ സംബന്ധിയായ ആചരണങ്ങളെക്കുറിച്ച്, ന്യായപ്രമാണ സംബന്ധിയായ ബൗദ്ധികമായിട്ടുള്ള അറിവിനെക്കുറിച്ച്, പഠിപ്പിനെക്കുറിച്ച്, അതിന്റെ പിന്നിൽ തൻ്റെ ബൗദ്ധിക സ്വത്വം മാത്രമല്ല, തൻ്റെ കായിക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള, തൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യവും അതിന്റെ പിന്നിലിട്ടിട്ട് അതിനുവേണ്ടി ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെയും കൊന്നു മുടിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നസ്രായനായ യേശുവിനെ, മശിഹായെ താൻ കാണുകയാണ്. യേശുവിനെ കുറിച്ച് താൻ ചിന്തിച്ചിരുന്നത് അവൻ വെറും നസ്രായനായിരുന്നു എന്നാണ്, അവൻ ദൈവദൂഷകനായിരുന്നു എന്നാണ്, അവൻ യഹൂദന്മാരെ വഴിതെറ്റിക്കുന്നവൻ എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. അവൻ ചിന്തിച്ചിരുന്നത് യഹൂദന്മാരുടെ ശത്രുവായിരുന്നു എന്നാണ്. എന്നാൽ അവൻ വാസ്തവത്തിൽ നസ്രയനായ യേശുവാകുന്നു എന്നും, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നീ ഉപദ്രവിക്കുന്നത് ആരോടാണ്? നീ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളോടല്ല. അവനെയോ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന, ഇവിടെ തന്നെ പറയുന്നുണ്ട്, അവൻ സകലത്തിനും മീതെ ദൈവമായി, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. നോക്കണേ, സ്വർഗത്തിൽ നിന്ന് അവന്റെ ആ യൗവന രക്തത്തിന്റെ തിളപ്പിന്റെ മുമ്പാകെ, സ്വർഗത്തിൽ നിന്ന് എന്താ ഒരു പ്രകാശത്തിന്റെ മുമ്പാകെ അവൻ വീണടിയുകയാണ്. സ്വർഗീയ വിളി താൻ ശ്രവിക്കുകയാണ്, സ്വർഗീയ ദർശനം താൻ പ്രാപിക്കുകയാണ്. അവിടെ താൻ തിരിച്ചറിയുന്നു. എന്താ തിരിച്ചറിയുന്നത്? താൻ യഹൂദ മര്യാദ അല്ലെങ്കിൽ ന്യായപ്രമാണം സംബന്ധിച്ച് താൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെറും വിഡ്ഢിത്തമാണെന്നും, അതെല്ലാം ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും, തൻ്റെ റിജക്ഷനും തൻ്റെ പോരാട്ടവും ഒക്കെ സത്യദൈവത്തിനെതിരെയാണെന്നും താൻ തിരിച്ചറിയുക. മശിഹായെ താൻ തിരിച്ചറിയും. ഇന്ന് യഹൂദന്മാർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവർ മശിഹായെ തിരിച്ചറിയുന്നില്ല. അവരുടെ കണ്ണ് അന്ധമായിരിക്കുന്നു. അവരുടെ കണ്ണ് തുറന്ന് അവർ ക്രിസ്തുവിനെ, മശിഹയെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, കാരണം അവർക്ക് ഈ ന്യായപ്രമാണ സംബന്ധിയായ എല്ലാ അറിവും, മശിഹയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. തിരുവഴുത്തിലെ സകല കാര്യങ്ങളും സൂചിപ്പിക്കുന്ന വ്യക്തിത്വമാണ് മശിഹ എന്നറിയാം. എന്നാൽ തങ്ങൾ ക്രൂശിച്ച് കൊന്ന, തങ്ങൾ തള്ളിക്കളഞ്ഞ ഈ യേശു ആകുന്നു, നസ്രയനായ യേശു ആകുന്നു മശിഹ എന്നുള്ള ഒറ്റ തിരിച്ചറിവ് മതി, ഒറ്റ തിരിച്ചറിവ് മതി. അവർ കൂട്ടത്തോടെ, അവർ സമൂഹത്തോടുകൂടെ അവന്റെ പിന്നാലെ അണിനിരക്കുവാൻ. പക്ഷെ ഇന്ന് അവർക്ക് അത് മറവായിരിക്കും. അവർ അവരുടെ ആ റിബല്യസ്നെസ്സിനകത്ത്, മത്സര ബുദ്ധിക്കകത്ത് അവർ യേശുവിനെ മശിഹയായിട്ട്, തങ്ങൾ ക്രൂശിച്ചു കൊന്നത് ഈ നസ്രയനായ യേശുവിനെയാണെന്ന്, മശിഹയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷക്കാലം ഇവർക്ക് ലഭിച്ച ശിക്ഷ എന്ന് പറയുന്നത് ഈ തിരസ്കരണത്തിന്റെ ഫലമായിരുന്നു എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അവർ ഏത് നിമിഷം തിരിച്ചറിയുന്നോ ആ സമയത്ത് ഏതൊരു യഹൂദനും, അവൻ ഏത് പണ്ഡിതനുമായിക്കൊള്ളട്ടെ, അവൻ ന്യായപ്രമാണം തിരിച്ചറിയുന്നവനെങ്കിൽ ഈ മശിഹയാണ് അവർ ക്രൂശിച്ചു കൊന്നതെന്നും തള്ളിക്കളഞ്ഞതെന്നും അവർ എന്ന് അവർ മനസ്സിലാകുന്നു, അന്ന് അവർ വിശ്വാസത്തിലേക്ക് വരും. കാരണം മശിഹയെ കുറിച്ച് നമ്മേക്കാൾ കൂടുതൽ തിരുവെഴുത്ത് ആർക്കറിയാം? ഈ യഹൂദന്മാർക്ക് അറിയാം. ശ്രദ്ധിച്ചോണേ, ഞാൻ സത്യം പറയുന്നു എന്നാ പറയാം. അപ്പൊ ഇത് പറയുമ്പോൾ യഹൂദന്മാർ, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ജാതികളുടെ പക്ഷം, ജാതികളുടെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്നു, ഞാൻ യഹൂദന്മാരുടെ മര്യാദകളെ തച്ചുടയ്ക്കുന്നവനാണെന്നും, യഹൂദന്മാരുടെ ദൈവത്തെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തെ ദുഷിക്കുന്നവനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്നത് കോഷ്കല്ല. നിങ്ങളോടുള്ള ബന്ധത്തിൽ എന്റെ മനോഭാവം ഇതാണ്. എന്താണ്? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട്. എനിക്ക് വലിയ ദുഃഖമുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ ഇതേ പൗലോസിന്റെ മനോഭാവം എടുത്ത് പറയുന്നു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാതനയും ആകുന്നു. നോക്കണേ, അവർ രക്ഷിക്കപ്പെടണം, അവർ ക്രിസ്തുവിനെ അറിയണം, അവർ വിശ്വാസത്തിലേക്ക് വരണം,
അവർ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കണം, അവർ വീണ്ടും ജനനം പ്രാപിക്കണം. അത് തന്നെയാണ് എൻ്റെ ഹൃദയവാഞ്ച, അത് തന്നെയാണ് എൻ്റെ യാചന. 11-ാം വാക്യം. ഞാനും ഇസ്രായേലിനല്ല, 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ഓക്കെ, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നോക്കണേ, പൗലോസിനുണ്ടായ മാനസാന്തരം, രക്ഷ, പൗലോസ് അനുഭവിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം, പൗലോസ് അനുഭവിക്കുന്ന ദൈവവചനത്തിലെ ആ വെളിപ്പാട് അല്ലെങ്കിൽ ആ ദർശനം, ക്രിസ്തീയ ദർശനം, അതിനെ മറ്റുള്ളവരറിയണം, എല്ലാവരും അറിയണം. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്നെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കും. ഇത് വെറുതെ വാക്കിൽ പറയുക, വെറുതെ മനസാക്ഷിയിൽ എന്തെങ്കിലും തോന്നലുണ്ടായിട്ട് പറഞ്ഞതുമല്ല. പിന്നെയോ ഈ മനസാക്ഷി പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം പ്രാപിച്ച മനസാക്ഷിയാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മനസാക്ഷി എല്ലായ്പ്പോഴും ശരിയായിരിക്കണം നിർബന്ധമില്ല. നമ്മുടെ ചിന്തകളും നിഗമനങ്ങളും എല്ലായ്പ്പോഴും കൃത്യമായിരിക്കണം നിർബന്ധമല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധ്യമില്ല എങ്കിൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. കാരണം എൻ്റെ മനസാക്ഷിയിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ ഈ പൗലോസ് പറയുന്ന ഈ ഒരു അഭിപ്രായം പരിശുദ്ധാത്മാവിൽ മനസാക്ഷിക്ക് സാക്ഷ്യം പറഞ്ഞ കാര്യം. അപ്പോ മനസാക്ഷിയിൽ തോന്നുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാകണമെന്നില്ല. അത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമുണ്ടെങ്കിൽ അതിനെ ശരിയായിട്ട് അംഗീകരിക്കാം. അല്ലെങ്കിൽ ദൈവവചനത്തിന് അതിന്റെ പിൻബലം ഉണ്ട് എങ്കിൽ അതിനെ ശരിയായിട്ട് അംഗീകരിക്കാം. അപ്പൊ പൗലോസ് പറയുന്നത് ഈ ഒരു തന്റെ മനസ്സിന്റെ ആ ഒരു ചിന്ത അത് ശരിയാണ്. തന്റെ മനസാക്ഷിക്ക് മാത്രമല്ല, പരിശുദ്ധാത്മാവ് സാക്ഷിയായിരുന്നു കൊണ്ട് അതിനെ ഉറപ്പിക്കുന്നതായതുകൊണ്ട് പൗലോസ് തികഞ്ഞ ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിൽ സത്യം പറയുകയാണ്. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ വലിയ ദുഃഖം, തനിക്ക് ഇടപെടാതെ നോവ് ഉണ്ട്. എന്താ നോവ്? അവർ രക്ഷിക്കപ്പെടും, അവർ തന്റെ സമശിഷ്ടങ്ങളാണ്. താൻ പറയുന്നു, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർ, 3-ാം വാക്യം, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാർ, അവർ ജഡപ്രകാരം എന്റെ സഹോദരന്മാരാണ്. ഓക്കെ, അവർ ജഡപ്രകാരം എന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ജനനം സംബന്ധിച്ച്, പാരമ്പര്യം സംബന്ധിച്ച്, ബന്ധുത്വം സംബന്ധിച്ച് ജഡപ്രകാരം അവർ എൻ്റെ സഹോദരന്മാരാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യം ഇല്ല. ജഡപ്രകാരമുള്ള സംബന്ധം, ബന്ധുത, അല്ലെങ്കിൽ യഹൂദ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ ഇസ്രായേലിയ പൗരത്വം എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജഡപ്രകാരം അവർ എൻ്റെ ചാർച്ചക്കാരാണ്, എൻ്റെ സഹോദരന്മാരാണ്. ഓക്കെ, എന്നാൽ അവർ ക്രിസ്തുവിനോട് വേർപെട്ടു പോയവർ. അവർ ശരിക്കും എന്തല്ല, ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ ആയിത്തീർന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്, എങ്കിലും താൻ അങ്ങനെ ആഗ്രഹിക്കാമായിരുന്നു എന്നാ പറയുന്നത്. എന്താ? ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്താ ഈ ശാപഗ്രസ്തനാകുക? എന്താ ശാപഗ്രസ്തനാകുക? ശാപഗ്രസ്തനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അക്വേഴ്സ്ഡ് എന്നുള്ള പദമാണ്, അനാഥമ എന്നുള്ള ആ പദമാണ്. നമ്മൾ കുറിച്ചൊക്കെ എഴുതിയ 1-ാം ലേഖനം അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അനാഥമ. ശാപഗ്രസ്തനാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് നരകശിക്ഷ അനുഭവിക്കുവാൻ പാകത്തിന് ഞാൻ ശാപഗ്രസ്തനായാലും വേണ്ടില്ല, എന്റെ ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ സഹോദരന്മാർ രക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ അതിന് സന്നദ്ധനാണ് എന്നാണ് പൗലോസ് പറയുന്നതിന്റെ ആശയം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പൗലോസ് നരകശിക്ഷയ്ക്ക് വീഴ്ത്തപ്പെട്ടാലും ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനായി പോയാലും ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ മുഴുവൻ രക്ഷയിലേക്ക് വന്നുവെങ്കിൽ എനിക്കത് സന്തോഷമാണ്. പക്ഷെ ഇതൊരിക്കലും സംഭവിക്കില്ല അല്ലേ? കാരണം എന്താ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർക്കും സാധ്യമല്ല അല്ലെ? ദൈവം നീതീകരിച്ചവനെ കുറ്റം വിധിക്കുന്നത്, ശിക്ഷ വിധിക്കുന്നത് ആർക്കും സാധ്യമല്ല. അപ്പോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട പൗലോസിനെ സംബന്ധിച്ചിടത്തോളം
നരകശിക്ഷ അല്ലെങ്കിൽ ശാപഗ്രസ്തനാകുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് അത്രത്തോളമാണ് തന്റെ ആഗ്രഹം. ഇതിന് തത്തുല്യമായിട്ട് ഒരു വേദഭാഗം നാം ചിന്തിക്കുകയാണെങ്കിൽ നാം മോശയുടെ ചരിത്രത്തിൽ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മലയിൽ നിന്ന് കൽപ്പനകളും ന്യായപ്രമാണവും ഒക്കെ വാങ്ങി ഇറങ്ങി വരുമ്പോൾ ഇതാ ജനം മുഴുവൻ കാളക്കുട്ടിയുടെ പിന്നാലെ ഒന്നാമത്തെ കൽപ്പന തന്നെ ലംഘിക്കുന്ന അവസ്ഥയിൽ അവരോട് ആഘോഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുകയാണ്. അവർ അനേകർ അവിടെ പാറയാൽ നശിച്ചു പോവുകയാണ്. ദൈവം പതുക്കെ മോശയെ വിളിച്ചു, എന്താ മോശെ ഇങ്ങ് വാ, ഞാനേ ഈ ജനത്തെ അങ്ങ് നശിപ്പിക്കാൻ പോവുക. പകരം ഞാൻ നിന്നിൽ നിന്ന് ഒരു ജാതിയെ എന്റെ ദൗത്യത്തിന് വേണ്ടി ഞാൻ എടുത്തോളാം. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കുലത്തിൽ അബ്രഹാമിന്റെ സന്തതിയായിട്ട് ഒരു സന്തതിയുടെ വാഗ്ദത്വവും ഒരു ഉടമ്പടിയും ഒക്കെ നൽകിയിട്ട് മശിഹായ ആ കുടുംബത്തിൽ ജനിക്കണം. അപ്പൊ ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പദ്ധതി ഒന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാം, മോശയെ നിനക്ക് ഞാൻ തരാം, നിന്റെ സന്തതിയിൽ നിന്ന് എലിയാസറിന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എലിയാസറിലോ മോശയുടെ മക്കളുടെ ആ പരമ്പരയിൽ നിന്ന് ഗോത്രങ്ങളാകട്ടെ മറ്റും ഉണ്ടായിട്ട് മശിഹായ ആ കുടുംബത്തിൽ ജനിപ്പിക്കും. അവിടെ മോശ പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്താ മോശയുടെ മറുപടി എന്ന് പറയുന്നത്? നീ ഇവരോട് കരുണ കാണിക്കണം, ഈ ജനത്തോട് നീ ക്ഷമിക്കണം. അവർ പാപം ചെയ്തു, അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, അവർ അനുസരണക്കേട് കാണിച്ചു, അവർ മഹാപാതകം ചെയ്തിരിക്കുന്നു. നീ ഇവരോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണം. നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണം. നീ എന്നെ കൊന്നു കളഞ്ഞാലും വേണ്ടില്ല, നീ ഇവരോട് ക്ഷമിച്ചാണ്. ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്നെ നീ കൊന്നു കളയണം. ഇതാണ് മോശ പറഞ്ഞത്. ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ ഭാഗത്തിൽ നാം കാണുന്നത്. എന്താ? ഞാൻ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തരാകാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്താ? എന്റെ ചാർച്ചക്കാരായ ജഡപ്രകാരമുള്ള ചാർച്ചക്കാർ വിശ്വാസത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിച്ചാലും വേണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. സംഭവിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നുമില്ല, ദൈവം അതിനെ അനുവദിക്കുകയുമില്ല. പക്ഷെ ഇവിടുത്തെ പ്രയോഗം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൗലോസിന്റെ ആഗ്രഹമാണ് ഈ യഹൂദന്മാർ രക്ഷയിലേക്ക് വരണം എന്നുള്ളത്. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് പൗലോസിന് ഈ ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ യഹൂദിനെ കുറിച്ച് ഇത്രയും ഒരു ഉന്നതമായിട്ടുള്ള ചിന്ത? അവർ രക്ഷിക്കപ്പെടുന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ്? They are the most privileged people in the world. ലോകത്തിലെ ഏറ്റവും പദവികൾ ലഭ്യമായ ഒരു സമൂഹമാണ്. ഇതുപോലൊരു പദവി മറ്റാർക്കും ലഭിച്ചിട്ടില്ല. They are more privileged. ദൈവിക വ്യവസ്ഥതയിൽ യഹൂദൻ വലിയ പദവികൾ ലഭിച്ച ഒരു സമൂഹമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? പലപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിച്ച ജാതികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ക്രിസ്തുവിൽ ലഭിക്കുന്ന പദവികളെ കുറിച്ച് നാം അഭിമാനം കൊള്ളുന്നു, ഊറ്റം കൊള്ളുന്നു. എന്നിട്ട് നാം ഈ ഊറ്റം കൊള്ളുന്നതിന്റെ ഇടയിൽ അറിഞ്ഞോ അറിയാതെയോ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ യഹൂദനെ കൊട്ടാനായിട്ട് നമ്മൾ മടി കാണിക്കുക. യഹൂദനെ ഇകഴ്ത്തി പറയാനായിട്ട് നമുക്ക് ഒരു മടിയില്ല. അവരെ വേണമെങ്കിൽ നമ്മള് ദൂരെ എങ്ങനെ പാളയത്തിന് പുറത്തുള്ളവരെ പോലെയോ നായ്ക്കളെ പോലെയോ ഒക്കെ നാം പരിഗണിച്ചിട്ട് അവരെ അപഹസിക്കുന്നതിന് ഒരു കയ്യും കണക്ക്. എന്നാൽ ദേ ആർ ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് പീപ്പിൾ. ഇന്നവര് റിജക്ഷനിലാണ്, ഇന്നവർ റിബല്യസ്നെസ്സിലാണ്, ഇന്നവർ അവിശ്വാസത്തിലാണ്. എന്നാൽ അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയിലെ കണ്ണികളാണ് അവർ. ദൈവിക പദ്ധതി അത് കേവലം അവസാനിച്ചു പോയതല്ല, ഇനിയും നിലനിൽക്കുന്ന ഒരു വലിയ പദ്ധതി അവരെ കുറിച്ച് ദൈവത്തിനുണ്ട്. ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല അവരെ തിരഞ്ഞെടുത്തിട്ട്. ദൈവം അവരെ വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. ദൈവം അത്ര ദയയില്ലാത്തവനല്ല, മേഴ്സിലെസ് അല്ല. അവൻ കരുണയുള്ളവനാണ്.
അവൻ സ്നേഹവാനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്, അവൻ തങ്കിലേക്ക് തിരിയുന്നവരെ അവൻ ആദരിക്കുന്നവരാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്, ദീർഘക്ഷമയോടുകൂടെ ദയ കാണിക്കുന്നവനാണ്. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ടത് മനസ്സിലാക്കാം. കാരണം റോമിലെ ജാതീയ വിശ്വാസികൾ യഹൂദന്മാരെ എന്ത് ചെയ്തിരുന്നു? അപകീർത്തിപ്പെടുത്തിയിരുന്നു. അവർക്കെതിരെ ആത്മപ്രശംസ ഉണ്ടായിരുന്നു. 11-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, അല്ലെ, പ്രശംസിക്കരുത്. വീണ്ടും വിശ്വാസത്താൽ നീ നിൽക്കുന്നു, എളിയാതെ ഭയപ്പെടുക. ഓക്കെ, അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് ഈ ജാതീയ വിശ്വാസികൾ എന്താ പറഞ്ഞാൽ കാട്ടലുവായ ഈ ആൾക്കാര് ഈ നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് ഈ നല്ല ഒലിവിലെ സ്വാഭാവിക കൊമ്പുകളോട് എന്ത് ചെയ്യുകയാണ്? വല്ലാത്ത ഈർഷ്യയും അവരെ കുറിച്ച് വളരെ മോശമായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ആ സഭയിലുണ്ടായ രണ്ട് മനോഭാവം. ഇത് പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യാൻ. എന്താണ് യഹൂദന് ഉള്ള പ്രിവിലേജസ്? 8 പദവികൾ ഇവിടെ പറഞ്ഞു. ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാമോ? 4-5 വാക്യങ്ങളില് ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ യഹൂദന്റെ 8 പദവികൾ, അതിന്റെ 9-ന്റെ 4-5 വാക്യം ഒന്ന് വായിക്കാം. അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവർ സർവ്വത്തിനും മീതെ, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും പാടും. ശ്രദ്ധിച്ചോളൂ, എണ്ണി പറഞ്ഞാൽ 1, അവർ ഇസ്രായേല്യരാണ്. അവർ ദൈവത്തിന്റെ പ്രഭുവാണ്. അവർ ഇസ്രായേല്യരാണ്. ദേ ആർ ഇസ്രായേലിയൻസ്. ഇസ്രായേൽ എന്നുള്ള നാമം ദൈവം യാക്കോബിന് നൽകിയ നാമമാണ്. ഉബായിയിൽ നിന്ന് ദൈവത്തിന്റെ പ്രഭുവായിട്ട് അവനെ ഉയർത്തിയതാണ്. അതുകൊണ്ട് അവൻ ഇസ്രായേൽ എന്നുള്ള പേര് അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊന്ന് പറഞ്ഞതിന് ശേഷം വിശദാംശങ്ങളിലേക്ക്. പുത്രത്വം അവർക്കുള്ളത്. നാം വായിച്ച് നാം മക്കളെങ്കിലോ നാം അവകാശികളാവും. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മിൽ തന്നിരിക്കുന്നു എന്ന് പറയും. എന്നാൽ ഇവിടെ ഇസ്രായേലിനോട് പറയുന്നത് എന്താണ്? ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നത് പുത്രത്വം അവർക്കുള്ളതാണ്. അവർ ദൈവത്തിന്റെ മക്കളെന്ന് അറിയപ്പെടുന്നവരാണ്. അവർ ദൈവജനമെന്ന് അറിയപ്പെടുന്നവരാണ്. അവർക്ക് പുത്രത്വം ദൈവം നൽകിയിട്ടുണ്ട്. തേജസ് അവർക്കുണ്ട്. അവർ ദൈവത്തിന്റെ തേജസ് കണ്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ് അനുഭവിച്ചറിഞ്ഞവരാണ്. അവരുടെ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ, അവരുടെ മരുഭൂമിയിലൂടെ പ്രയാണവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി, മേഘത്തിന്മേൽ ദൈവ തേജസ് കണ്ടവരാണ്. നാം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, കണ്ടിട്ടില്ല. എന്നാൽ അവർ തേജസ് അവർ കണ്ടിട്ടുള്ളവരാണ്. നിയമങ്ങൾ അവർക്കുള്ളവരാണ്. അവർക്ക് എന്തുണ്ട്? നിയമങ്ങൾ അവർക്കുണ്ട്. നിയമം എന്ന് പറഞ്ഞിരിക്കുന്ന കവനൻസ് ആണ്. കവനൻസ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി. ദൈവം അവർക്ക് ഉടമ്പടികളെ നൽകിയിട്ടുണ്ട്. എന്താ? ദൈവം അവരോട് ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അനേക ഉടമ്പടി, നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഉടമ്പടി ഉണ്ടോ? ഡു വി ഹാവ് എനി കവനൻസ്? നിയമങ്ങൾ നമുക്കുണ്ടോ? ഇസ്രായേലിന് ലഭിച്ചതുപോലെ ഉള്ള ഉടമ്പടികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇസ്രായേലിന് ലഭിച്ച ഉടമ്പടികളുടെ ഗുണഭോക്താക്കളാണ് ജാതികളായ നാം എന്നുള്ളത് തിരിച്ചറിയുക. ന്യായപ്രമാണം അവർക്കുള്ളത് ആണോ? ന്യായപ്രമാണം അവർക്കുള്ളത്. അത് ഇവിടെ തന്നെ നമ്മൾ കണ്ടല്ലേ, 2-ാം അധ്യായത്തില്, റോമാലേഖനം 2-ാം അധ്യായത്തില് ന്യായപ്രമാണം അവർക്കുള്ളതാണ്. 2 3-ാം അധ്യായത്തില്. ഓക്കെ, ഒന്നാമത് യഹൂദൻ എന്ത് വിശേഷത അല്ല, പരിച്ഛേദനയല്ല, എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ഈ പറഞ്ഞ 9-ാം അധ്യായം 9, 10, 11 വിഷയം 3-ാം അധ്യായത്തില് കൃത്യമായിട്ട് പറയും. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. ന്യായപ്രമാണം അവർക്കുള്ളതാണ്. ഇന്ന് നാം കൊണ്ടു നടക്കുന്ന വേദപുസ്തകം ഉണ്ടല്ലോ, ഇതിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവം അവരെയാണ് ഏൽപ്പിച്ചത്. നാം അതിലേക്ക് വരാം.
ആരാധന അവർക്കുള്ളതാണ്. ആരാധനയ്ക്കുള്ള നിയമങ്ങൾ, അതിനുള്ള യാഗങ്ങൾ, അതിനുള്ള ഉത്സവങ്ങൾ, അതിനുള്ള നിയമങ്ങൾ ഒക്കെ ആർക്കാ ദൈവം നൽകിയത്? അവർക്കാ നൽകിയത്. എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഉള്ള നിയമങ്ങൾ ലഭിച്ചവരാണ് അവർ. ഇനി വാഗ്ദത്തങ്ങളും അവർക്കുള്ള പ്രോമിസസ്. ഇസ്രായേലിനോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം വിശ്വാസത്താൽ നാം പ്രാപിച്ചിരിക്കുകയാണ്, അല്ലെ? ആ വാഗ്ദത്തത്തിന് നാം ഓഹരിക്കാരായിട്ട് തീർന്നു എന്ന്. അല്ലാതെ നമുക്ക് വേണ്ടി വേറെ വാഗ്ദത്വമൊന്നും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനോടുള്ള അല്ലെങ്കിൽ വീണ്ടെടുപ്പിനോടുള്ള വിധത്തിൽ വേറെ വാഗ്ദത്വമൊന്നുമില്ല. പിതാക്കന്മാരും അവർക്കുള്ളതാണ്. ഇത് പറയുമ്പോൾ അനേക വാക്യങ്ങൾ എന്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. നാം ഇപ്പോൾ പറയാറുണ്ടല്ലേ, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടെത്തുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം. പിതാക്കന്മാർ അവർക്കുള്ളതാണ്. നമുക്ക് പിതാക്കന്മാരുണ്ടോ? പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പിതാക്കന്മാർ എന്ന് പറയുന്നത് ഏത് പിതാക്കന്മാരാണ്? നമ്മൾ പലപ്പോഴും പിതാക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ദൈവദാസന്മാരെയാണ്. ശരിയാണ്, അവരുടെ ശുശ്രൂഷകളെ നാം ആദരിക്കേണ്ടതാണ്, അവരുടെ മാതൃകകളെ പിൻപറ്റേണ്ടതാണ്. എന്നാൽ പിതാക്കന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ അവരുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, പിതാക്കന്മാർ, അവർക്കുള്ളവർ തന്നെ. ഇനി ക്രിസ്തു എവിടെ ജനിച്ചത്? ജഡപ്രകാരം ക്രിസ്തു ജനിച്ചത് അവരിൽ നിന്നല്ലോ. അപ്പൊ ഇസ്രായേൽ, യഹൂദന്മാർ എന്ന് പറയുന്നത് ദേ ആർ മോസ്റ്റ് പ്രിവിലേജ്ഡ് പീപ്പിൾ. ഓക്കെ, വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയം തീരെ പോരാ. ഓക്കെ, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിർത്തില്ല. പുത്രത്വം അവർക്കുള്ളതാണ്, നിയമങ്ങൾ അവർക്കുള്ളതാണ്, പിന്നെ ആരാധന അവർക്കുള്ളതാണ്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്. അവർ ഇസ്രായേല്യർ. ഓക്കെ, ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പുത്രത്വം അവർക്കുള്ളതാണ്. പുറപ്പാട് പുസ്തകം 4:22 ഭാഗത്ത് ഈ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം പഠിച്ചല്ലോ. അവിടെ പുത്രത്വത്തിന്റെ ആത്മാവിനെയൊക്കെ നമ്മൾ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം താൻ തന്നെ ഫറവോനോട് പരിചയപ്പെടുത്തുന്നത് ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. ഹോശേയ 1:10, 11:1, ആവർത്തന പുസ്തകം 14:1 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. ആവർത്തന പുസ്തകം 32:6 വാക്യത്തിൽ, അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ഓക്കെ, അപ്പോ പുത്രത്വം അവർക്കുള്ളതാണ്. ഇനി പുറപ്പാട് പുസ്തകം 16:10 വാക്യത്തിൽ തേജസ് അവർക്കുള്ളതാണ്. അഥരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി, യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു. തേജസ് അവർക്കുള്ളത്. സമാഗമന കൂടാരം അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. അവർ ക്യാമ്പ് ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ ഷക്കീന, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നിരുന്നു. ആ തേജസ് പൊങ്ങുമ്പോൾ അവർ കൂടാരം അഴിച്ചുപെറുക്കി അവർ യാത്ര പുറപ്പെടുമായിരുന്നു. ശലോമോൻ തന്റെ സകല മഹത്വത്തിലും ദൈവത്തിന് വേണ്ടി നിവാസമായിരിക്കേണ്ടതിന് ഒരാലയം പണിയുവാൻ തീരുമാനിച്ചു. എന്നാൽ കൈപ്പണിയായ ആലയത്തിൽ ദൈവം ഒതുങ്ങുമോ, ദൈവം വസിക്കുമോ എന്നൊക്കെ സംശയിച്ച് രണ്ട് കൈകളെയും മലർത്തി ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇതാ ദൈവാലയം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയപ്പെടുകയാണ്. ഇത് കണ്ടവരാണ് യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ. തേജസ് അവർക്കുള്ളതാണ്, നിയമങ്ങൾ അവർക്കുള്ളതാണ്, കവനൻസ് അവർക്കുള്ളതാണ്, ഉടമ്പടികൾ അവർക്കുള്ളതാണ്. ഉടമ്പടികൾ അനേകം ഉണ്ടല്ലേ. ഏതെങ്കിലും കവനന്റ് ഉണ്ട്, നോഹൈ കവനന്റ് ഉണ്ട്, നോഹയോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി, ഏദനിലെ കടമ്പടി അല്ലെങ്കിൽ ആദാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി, വീണ്ടും അബ്രഹാമിനോട് ആവർത്തിച്ച് അതേ ഉടമ്പടി ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് ദൈവം ആവർത്തിച്ച് ഉടമ്പടി ചെയ്യുന്നു. പുത്രനെ കുറിച്ച്, അതുപോലെ സന്തതിയെ കുറിച്ച്, സന്തതിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ആ ഉടമ്പടി ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല, അത് ദൈവം നിറവേറ്റുകയാണ്.
സീനായിൽ മോശ മുഖാന്തരം നൽകിയ ഉടമ്പടി, അതുപോലെ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഫിനേഹാസിന് നൽകിയ ഒരു ഉടമ്പടിയുണ്ട്. വീണ്ടും ദാവീദിനോടുള്ള ബന്ധത്തിൽ ഒരു നിത്യരാജ്യത്വത്തെ കുറിച്ചുള്ള ആ ദാവീദിന്റെ കുലത്തിൽ പിറക്കുന്നവനും ദാവീദിന്റെ ശ്രേണിയിൽ രാജ്യത്വം ഏറ്റെടുക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും ഒരു നിത്യരാജ്യത്വത്തെ കുറിച്ച് ദാവീദിനോട് ഉടമ്പടി ചെയ്തു. അത് ദൈവം ലംഘിച്ചോ? ഇല്ല, ഇല്ല. ആ ഉടമ്പടി ദൈവം നിറവേറ്റുകയാണ്, അല്ലെ? വീണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഒരു പുതിയ ഉടമ്പടി കൊടുക്കുകയാണ്, ഒരു പുതിയ നിയമം അവരോട് ചെയ്യുകയാണ്. ഈ പുതിയ നിയമത്തെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണ നമുക്ക്. ഈ ഉടമ്പടി ആരുമായിട്ടാണ് ചെയ്തത്? യെരമ്യാ പ്രവചനം 31-ന്റെ 33, അതിന്റെ 31 മുതൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്താ? ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. അതിന്റെ 31-ാമത്തെ വാക്യം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഓക്കെ, ആരോടാ ഈ പുതിയ നിയമം? ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഓക്കെ, വീണ്ടും താഴെ വന്നിട്ട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. വീണ്ടും അല്ലെ, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല. റോമാലേഖനത്തിന് ഈ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാം 8-ാം അധ്യായം പഠിച്ചപ്പോഴത്തേക്കും എന്താ? ന്യായപ്രമാണത്തെ ഹൃദയത്തിന്റെ ഉള്ളിലാക്കി ദൈവത്തിന്റെ ആലോചനകളിൽ നടക്കുമാറാക്കുന്ന ദൈവിക ഉടമ്പടി, അത് ഇസ്രായേൽ പ്രാവചനികമായിട്ട് നൽകിയെങ്കിൽ തന്നെയും ക്രിസ്തുവിലൂടെ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. പുതിയ നിയമം, പുതിയ ഉടമ്പടി, ആ ഉടമ്പടി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. എബ്രായലേഖനം 8-ാം അധ്യായത്തില് ഈ ഭാഗം മുഴുവൻ അതേപോലെ ആവർത്തിച്ചിട്ടുണ്ട്. ആ നിയമത്തിന്റെ ഉറപ്പായിട്ട്, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ ഉറപ്പായിട്ട് ഒരു മരണം സംഭവിച്ചിട്ട് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഉറപ്പാക്കിയ ഒരു നിയമം. സിനായ് മലയിലെ മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണ ഉടമ്പടി, അല്ലെങ്കിൽ ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ രക്തം തളിച്ച് ഉറപ്പാക്കിയ ഉടമ്പടി, രക്തം അടയാളമായ ഉടമ്പടി, അല്ലെങ്കിൽ രക്തം കൊണ്ട് ഉറപ്പിച്ച ഉടമ്പടി, യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിലെ രക്തം ചൊരിച്ചിലിനാൽ ആ ഉടമ്പടി ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താ? ന്യായപ്രമാണം ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ പലകയിൽ ന്യായപ്രമാണം എഴുതി വെച്ച് ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന ദൈവിക ഉടമ്പടി, അത് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അതിന്റെ അടയാളം എന്നുള്ള നിലയിൽ ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്തൃമേശ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് നാം അത് ആചരിക്കുമ്പോഴൊക്കെ എന്താ നാം ഓർക്കുന്നത്? ആ ഉടമ്പടിയാ ഓർക്കുന്നത്. ഏതാ? യേശു കർത്താവ് തന്റെ രക്തത്താൽ ഉറപ്പിച്ച പുതിയ നിയമത്തിന്റെ ഉടമ്പടി, പുതിയ ഉടമ്പടി. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ യാഗങ്ങളെ മുഴുവൻ നിർത്തൽ ചെയ്ത ഉടമ്പടിയാണ്. ഇനി യാഗത്തിന് ഒരു സ്ഥലം ആവശ്യമില്ല, ആരാധനയ്ക്ക് ഒരു സ്ഥലം ആവശ്യമില്ല, യാഗത്തിനൊരു മൃഗം ആവശ്യമില്ല. ഇനി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മങ്ങളും അവശേഷിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ അധിവസിപ്പിച്ചുകൊണ്ട് ദൈവിക പദ്ധതി മുന്നോട്ട് പോവുകയാണ്. എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. 2 വാക്യങ്ങളുടെ വായിച്ച് ഞാൻ എന്റെ ചിന്ത അവസാനിപ്പിക്കാം. ഓക്കെ, ന്യായപ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. സങ്കീർത്തനങ്ങൾ 147, 19, 20. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടില്ല. ദൈവം തന്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും വെളിപ്പെടുത്തിയത് ആർക്കാണ്? ഇസ്രായേലിനാണ്. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. ഒരു ജാതികളിലും ഒരു പരിഷത്തുകളിലും അങ്ങനെ ഒരു ദൈവിക വെളിപ്പാടുകൾ നൽകിയിട്ടില്ല. അതിനുവേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്ക് ന്യായപ്രമാണമുണ്ട്. യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. മറ്റാർക്കും അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു ജാതിക്കും അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആരാധനയും അവർക്കുള്ളത്, ദി സർവീസ്. ഓക്കെ, ആരാധന ആരംഭിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ച് ഉടമ്പടി ചെയ്ത് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൻ യാഗം അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 7-ാമത്തെ വാക്യത്തിൽ. എന്തിനു ശേഷമാണ്? അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തതിനു ശേഷമാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേർ വലുതാക്കും. ആ നിലയില്
ദൈവം ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ട് ആരാധന അവിടെ ഏൽപ്പിച്ചു നൽകുകയാണ്. അതിനുശേഷം ആരാധനയ്ക്കുള്ള നിയമങ്ങൾ നൽകുകയാണ്. വാഗ്ദത്തങ്ങൾ ആർക്കുള്ളതാണ്? ഇവർക്കുള്ളതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. അവിടെ ഈ വാഗ്ദത്തങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ അവകാശികളാകുന്നത് എന്ന് നാം വായിക്കും. നിങ്ങൾ ഈ വാഗ്ദത്തം പ്രാപിച്ചത് ന്യായപ്രമാണം ആചരിച്ചിട്ടാണോ? ഇല്ല. ഇനിയോ വിശ്വാസത്താലാണ് നിങ്ങൾ വാഗ്ദത്ത വിഷയം പ്രാപിച്ചത്. അതുകൊണ്ട് ആ വാഗ്ദത്തത്താൽ നിങ്ങൾ എന്ത് ചെയ്തു? അബ്രഹാമിനോട് പങ്കാളിയായിട്ട് നിങ്ങൾ തീരുകയാണ്. വാഗ്ദത്തങ്ങൾ അത് അവർക്കുള്ളതാണ്. 4-ാമത്തെ വാക്യം. ഓക്കെ, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? വെറുതെ എത്രയെന്ന് വരികൽ നിങ്ങൾക്ക് അയ്യോ, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്തത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്തത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഓക്കെ, ആ നിലയില് അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്ന അബ്രഹാമിനോടുകൂടെയുള്ള വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളാകുക. 14-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഓക്കെ, ഇനി 16-ാമത്തെ വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കെന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഓക്കെ, ഈ നിലയില് ദൈവിക വാഗ്ദത്തങ്ങൾ അതിന് നാം അർഹരായി തീർന്നത് ഈ ഇവർക്ക് നൽകിയ അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം. അനേക കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഒറ്റ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. നാം ഇന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നാം ആരായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് വിളിക്കുന്നവരാ എന്ന് പേരുള്ളവരാ അഗ്രകർമ്മക്കാർ എന്ന് വിളിക്കപ്പെടുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളു. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ, അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമായ യഹോവയെ അറിയുവാനായിട്ട് വിശ്വാസത്താൽ അംഗീകരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ്. അതിന്റെ പിന്നിൽ വ്യാപരിച്ച ദൈവത്തിന്റെ അപാരമായിട്ടുള്ള കൃപ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഓക്കെ, വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു. പ്രിയ ദൈവജനമേ, ഞാൻ ഈ പറഞ്ഞത് ഇസ്രായേൽ മക്കളെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇസ്രായേലിനെ ഇകഴ്ത്തുന്ന, ഇസ്രായേലിനെ പുറന്തള്ളുന്ന ഒരു ചിന്താഗതി നമുക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിഷ്ഫലമല്ല. ദൈവം അവരെ പ്രത്യേക പദവികളോടെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർ അവിശ്വാസത്തിലാണ്. അതുകൊണ്ട് എന്നും അവർ അവിശ്വാസത്തിലായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. ജാതികൾ വിശ്വാസത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ അതിനോട് ചേർന്ന് അതിന്റെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ ഈ സമൂഹം തിരിച്ചറിയാൻ പോവുകയാണ് മശിഹയെ. അവർ വിശ്വാസത്താൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? അവർ ദൈവത്തിന്റെ മക്കളായിട്ട് തീരുവാൻ പോവുകയാണ്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുവാൻ പോവുകയാണ്. യേശുവിനെ രക്ഷകനായിട്ട് അവർ അംഗീകരിക്കാൻ പോവുകയാണ്. എന്നുള്ളത് ഇന്ന് നമ്മുടെ കൃത്യ കാലയളവിൽ നമുക്ക് പറയുവാൻ സാധ്യമല്ല. ഇന്ന് നാം നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ അനേകർ ദൈവസ്വരവാദികളാണ്, അനേകർ അധാർമികതയിൽ ജീവിക്കുന്നവരാണ്, അനേകർ ദൈവമില്ലാതെ ജീവിക്കുന്നവരാണ്. ശരി, എന്നാൽ ദൈവവചനം അതിനകത്ത് നിന്ന് ഒരു ശേഷിപ്പിനെ, ഒരു റംനന്റിനെ, ഒരു ശേഷിപ്പിനെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദൈവത്തിന് മനസ്സ് ഇന്നുമുണ്ട്. ഇന്നും ഒരു ശേഷിപ്പ് വിശ്വാസത്തിൽ ഉണ്ട്. എന്നാൽ അനധിവിദൂര ഭാവിയിൽ ഇനിയും അത് വർദ്ധിതമായിട്ട് ഒരു ശേഷിപ്പ്, അത് 11-ാമത്തെ അധ്യായത്തിൽ നാം വരുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ഇനി യാഗം അർപ്പിച്ചിട്ടല്ല ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്.
അവരിനി ഈ പറഞ്ഞതുപോലെ കൽപ്പനകൾ ആചരിച്ചിട്ടല്ല അവർ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. അവർ രക്ഷിക്കപ്പെടാൻ പോകുന്നത് വിശ്വാസത്താലാണ്. കാരണം യാഗമെല്ലാം നിന്നുപോയി. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ ഇനിയൊരു യാഗവും അവശേഷിക്കുന്നത്. എന്നാൽ വിശ്വാസത്താൽ ഈ കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി ഒരു അവസരം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ സമയം കഴിഞ്ഞു പോയി. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.